നമസ്കാരം. ഇങ്ക് സ്റ്റോറീസിലേക്ക് സ്വാഗതം. വി.എസ്. സർക്കാരിലും ഒന്നാം പിണറായി സർക്കാരിലും ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പേരെടുത്ത ഡോക്ടർ ടി.എം. തോമസ് ഐസക് വീണ്ടും മത്സര രംഗത്തേക്ക്. പരിഗണനയിലുള്ളത് 2 സീറ്റുകൾ. 2016 31,032 വോട്ടുകൾക്ക് ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചു വന്നാണ് തോമസ് ഐസക് ധനമന്ത്രിയാകുന്നത്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കുള്ള ധനസമാഹരണത്തിന് കിഫ്ബി ആവിഷ്കരിച്ചത് തോമസ് ഐസക്കിന്റെ ബുദ്ധിയായിരുന്നു. കിഫ്ബി വഴിയാണ് ഇന്ന് സംസ്ഥാനത്തെ ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങളും നടക്കുന്നത്. സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയുടെ മുഖച്ഛായ തന്നെ മാറി. കൂടുതൽ പാലങ്ങളും റോഡുകളും അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ പണിതു. ഇതിനെല്ലാമുള്ള പണം സമാഹരിച്ചത് കിഫ്ബിയിലൂടെയാണ്. അങ്ങനെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതു ഭരണത്തിൽ സാധ്യമായ വികസന പ്രവർത്തനങ്ങളിൽ ഡോക്ടർ തോമസ് ഐസക്കിന്റെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ 2 ടേം മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന വ്യവസ്ഥ CPIM കൊണ്ടുവന്നപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിന് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. സംസ്ഥാനം മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ 2021 സാഹചര്യമല്ല നിലവിൽ. UDF കുറെ കൂടി ശക്തമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം ഇടതുപക്ഷത്തിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനകീയരെ രംഗത്തിറക്കി വിജയമുറപ്പിക്കുകയാണ് ലക്ഷ്യം. 2 ടേം വ്യവസ്ഥ പാർട്ടി ഇത്തവണ പരിഗണിക്കുന്നില്ല. അങ്ങനെയാണ് CPIM സ്ഥാനാർത്ഥി കരട് പട്ടികയിൽ തോമസ് ഐസക്കും ഇടം പിടിച്ചത്. നിലവിൽ 2 ഇടത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട്. ഒന്ന് അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴ തന്നെയാണ്. ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലം അദ്ദേഹത്തിന് നൽകാൻ ആലോചനയുണ്ട്. അരൂർ MLA ആയ ദലീമയെ ഇക്കുറി മത്സരിപ്പിക്കേണ്ട എന്നാണ് CPIM തീരുമാനം. ആ സീറ്റ് തോമസ് ഐസക്കിന് നൽകാനുള്ള ആലോചനയും പാർട്ടിയിലുണ്ട്. അല്ലാത്ത പക്ഷം തിരുവനന്തപുരം സീറ്റും തോമസ് ഐസക്കിന് നൽകുന്നത് പാർട്ടി പരിഗണനയിലുണ്ട്. എന്തായാലും ഇത്തവണ ഡോക്ടർ തോമസ് ഐസക് മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.